എൻ്റെ യൂട്യൂബ് ഫാമിലി എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പിന്നെ ഞാൻ എൻ്റെ സബ്സ്ക്രൈബറൊക്കെ കൂടിയിട്ടുണ്ട്. പിന്നെ കമൻറ്റ് ബോക്സിൽ നല്ല കമൻറ്റൊക്കെ കാണുമ്പോൾ സന്തോഷമാവും കേട്ടോ. അതേമാതിരി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഓരോരോ സപ്പോർട്ട് കൊണ്ടാണ് എനിക്കും പിന്നെയും വീഡിയോ ചെയ്യണമെന്ന് തോന്നുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് മത്തിക്കറിയാണ്. പിന്നെ മത്തി കഴുകിയ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, ഈ ചെടിക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ചെറുനാരങ്ങയാണ്, ഇതിലേക്ക് 2 ചെറുനാരങ്ങ വന്നിരുന്നു, പിന്നെ കായ്ച്ചിട്ടില്ല. പിന്നെ ഇത് പച്ചമുളകിൻ്റെ ചെടിയാണ്, ഇത് കത്തിരിക്ക, പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കറിവേപ്പിൻ്റെ ഇല ചെറിയൊരു തൈ കിട്ടിയപ്പോൾ അത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ പിന്നിൽ ഞാൻ കുറച്ച് സ്ഥലം ഉണ്ടായതുകൊണ്ട് ഇതൊക്കെ ഒന്ന് വെക്കലാണ് കേട്ടോ. പിന്നെ പാലക്ക് കീര ഉണ്ടാവുമ്പോൾ ഞാൻ അതൊക്കെ കീര പറിച്ചിട്ട് പിന്നെ തണ്ടുണ്ടത് നട്ടു കൊടുത്തതാണത് ഞാൻ. പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാം. ഇതിൻ്റെ ഒപ്പം ഞാൻ സൈഡ് ഡിഷായിട്ട് അയക്കോറൻ്റെ മുട്ട വന്നിട്ട് റോസ്റ്റ് ആക്കണം കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കണമെന്നും ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ മീനൊക്കെ നന്നാക്കിയിട്ട് ഞാൻ പിന്നെ വീഡിയോ ചെയ്യാം. ഞാൻ അതിനു വേണ്ടി ആദ്യം തന്നെ ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനത് 1.5 ഉള്ളിയോളാണ്, വലിയ ഉള്ളിയാണ് എടുത്തിക്കുന്നത്. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചിയും, കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും, തക്കാളി. ആദ്യം ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൽ കുറച്ച് ഉലുവ ഒന്ന് ചോക്കുമ്പോൾ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് ഞാൻ മുറിച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും ഇട്ട് കൊടുക്കുക. ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച് അത് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക്, ഒരു 4 പച്ചമുളക് ചീണ്ടിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് ചോക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു 1.5 ഉള്ളിയോളം, വലിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ 1.5 ഉള്ളി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആവശ്യത്തിനുണ്ട്, ചെറുതാണെങ്കിൽ ഒരു 2 ഉള്ളി ഇട്ട് കൊടുക്കേണ്ടി. നല്ലൊന്ന് ചോക്കട്ടെ. ഇത് നല്ല ഒന്ന് ചോക്കണം കേട്ടോ, എന്നാലേ കൂട്ടാൻ്റെ ടേസ്റ്റ് നല്ല ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 1 സ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 സ്പൂണും മല്ലിപ്പൊടിയും, പിന്നെ 2 സ്പൂണും മുളക് പൊടി. ഇതൊക്കെ എണ്ണയിൽ നല്ല ഒന്ന് മൂക്കണം കേട്ടോ. ഇത് നല്ല വറുക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും, നല്ല ഒന്ന് വറുത്ത് കൊടുക്കണം. ഇത് വറുത്തതിൻ്റെ ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ തക്കാളി ഉപ്പും കൂടി ഇടാം. ഈ തക്കാളി നല്ല ഒന്ന് വെന്ത് ഒടിയണം കേട്ടോ. കുറച്ചേരം നമുക്ക് മൂടി വെച്ചുകൊണ്ട് പിന്നെ എടുക്കാം. നമ്മൾ ഈ തക്കാളി നല്ല വേഗണം കേട്ടോ. നമ്മൾ ഈ കയ്യിലുകൊണ്ട് തന്നെ നല്ല ഒന്ന് ഉടച്ചു കൊടുക്കണം, എന്നാലേ ഇതൊന്ന് വെന്ത് കിട്ടുള്ളൂ. നല്ല അത് സോഫ്റ്റ് ആവുള്ളൂ തക്കാളി. അല്ലെങ്കിൽ കണ്ടം കിടക്കുമ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല എന്ത് കണ്ടില്ല, നല്ല ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം നമുക്ക് ആവശ്യത്തിനുണ്ട്. കറി എങ്ങനെ വേണ്ടിച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് പുളി ഊറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മത്തി ഉണ്ട് കഴുകി വെച്ചത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ മത്തിയൊക്കെ ഇതിൽ കിട്ടുകൊണ്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മത്തിക്കറി റെഡി ആയിട്ടാ. മത്തി മുളകും പൊളി ഇട്ടത് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? മുളകും പൊളി ഇട്ട മത്തിക്കറി റെഡിയായി. ഇനി നമുക്ക് ഈ മുട്ട, മീനിൻ്റെ അയക്കുറ മുട്ടണത് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്കിത് ഞാൻ കഴുകിങ്ങാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു പാത്രം ചട്ടി എടുത്തുകൊണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ 1 ഉള്ളിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഇതൊന്ന് ചോക്കട്ടെ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട്, ഇഞ്ചി ചെതുക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല. ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് പിന്നെ 1 സ്പൂണും മഞ്ഞൾപ്പൊടിയും. ഇത് നല്ല ഒന്ന് വറുത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഞാൻ മീനിട്ട് കൊടുക്കുന്നുണ്ട്. മീനിൻ്റെ മുട്ടയാണ്, അയക്കുറ മുട്ടയാണ്. അതിങ്ങനെ നമ്മൾ കീറിങ്ങാണ്ട് വേണം കഴുകാനിട്ടാ. കഴുകിയിട്ട് ഞാനിത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാനായിട്ട് വീഡിയോ കഴുകുമ്പോൾ ഞാൻ എടുക്കാൻ പറ്റിയില്ല. നിങ്ങളത് മുട്ട കീറിയിട്ട് വേണം കഴുകാൻ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുണ്ട് ഉപ്പിട്ട് കൊടുക്കുക.
ഇതിങ്ങനെ നല്ലൊന്ന് ഇളക്കി വിട്ടിട്ട് ഒന്ന് കുറച്ചേരത്തിന് മൂടി വെക്കണം കേട്ടോ. മൂടി തുറന്നിട്ട് ഇതൊന്ന് അപ്പം ഒന്ന് ഇളക്കി വിടേണ്ടി. ഇതിലൊരു ചെറിയൊരു ടിപ്സ് ഉണ്ട് കേട്ടോ. മീനിൻ്റെ മുട്ട എന്ത് മുട്ടയാലും പഞ്ഞീനായാലും എന്ത് മുട്ട ഉണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു മുട്ട കോഴിമുട്ട ഇതിൽ മിക്സാക്കി കണ്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് നിങ്ങൾ ആദ്യമായിട്ട് നോക്കിയായിരിക്കും ഇങ്ങനെ മുട്ട മിക്സാക്കണത്. ഇത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെന്തെന്ന് അറിയുമ്പോൾ ലാസ്റ്റിലാണ് മുട്ട മിക്സ് ആക്കേണ്ടത് കേട്ടോ. കോഴിമുട്ട മിക്സാക്കി കഴിയുമ്പോൾ പിന്നെ കൂടുതൽ അത് വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത് നല്ല ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ നമ്മളെ മീനിൻ്റെ മുട്ട റോസ്റ്റ് റെഡിയായി. മത്തിക്കറിയും മീൻ മുട്ട റോസ്റ്റും എങ്ങനെ ഉണ്ടായിരുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ എൻ്റെ മലയാളത്തിന് കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ എന്നെ ക്ഷമിക്കുക. പിന്നെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ ബാംഗ്ലൂരിലാണ്, ഞങ്ങൾ ബാംഗ്ലൂരിലായതുകൊണ്ട് മലയാളത്തിന് കുറച്ചൊരു വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഇനിയൊരു റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.